കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു പുതിയ ഫേസ് പാക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കാപ്പിപ്പൊടിയുണ്ട്, തൈരുണ്ട്, അതുപോലെ പഞ്ചസാരയുണ്ട്. ഇത് മൂന്നും നമ്മൾ ഓരോ ടീസ്പൂൺ വീതം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ പഞ്ചസാര ചേർക്കണം എന്തിനാന്ന് ചോദിച്ചാൽ, അത് നമ്മൾ മുഖത്ത് നല്ല സ്ക്രബ് ചെയ്ത് പഞ്ചസാരയുടെ ആ തരിതിരി ഉള്ളതുകൊണ്ട് നന്നായിട്ട് മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റും. ഇനി ഞാനിത് എൻ്റെ മോൻ്റെ മുഖത്താണ് ഇടുന്നത്. കേട്ടോ, എൻ്റെ മുഖം നോക്കി പിമ്പിൾസ്, കുരുക്കൾ, ചെറിയ ചെറിയ ഈ ഹോർമോൺ ചേഞ്ചസിൻ്റെ ഈ പ്രായത്തിലെ കുട്ടികൾക്ക് വരുന്നതാണ്. ഈ പിമ്പിൾസ്, അതുപോലെ ഈ പിമ്പിൾസ് ഇങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ കറുത്ത കറുത്ത പാടുകൾ, കുരുക്കൾ, അതുപോലെ ചൂടിൻ്റെ കുരുക്കൾ, ഇതെല്ലാം മാറിക്കിട്ടും നമ്മളിത് ട്രൈ ചെയ്യുമ്പം. ഒരു മാസത്തിൽ ആഴ്ചയിൽ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുക, കൂടുതലുള്ളവരാണെങ്കിൽ. ഇല്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ തൈരും കൂടി ഉള്ളതുകൊണ്ട് നമുക്കൊരു നല്ല തണുപ്പ് അനുഭവപ്പെടും. അതുപോലെ തൈരിന് പല ഗുണങ്ങളുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ കഴിച്ചിട്ട് അതിന് അത് വയറിന് നല്ല സുഖം കിട്ടും, ദഹനത്തിന് നല്ലതാണ്. സദ്യ കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞേക്കാം മോര് കുടിക്കണം എന്ന് പറഞ്ഞേക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഭക്ഷണത്തിന് ദഹനത്തിനൊക്കെ നല്ലതാണ്. ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഇതുള്ളതാണ്. അതിൽ പ്രോബയോട്ടിക് ബാക്ടീരിയ ഒക്കെ ഉള്ളതുകൊണ്ട് വയറിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് നല്ല സാധനമാണ്. അതുപോലെ സ്കിന്നിനും നല്ലതാണ് തൈരെന്ന് പറയുന്നത്. അപ്പം നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നതിനും സ്കിന്ന് നല്ല മൃദുവായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഇതെല്ലാം പോയിട്ട് നല്ല തിളക്കം വയ്ക്കുന്നതിനൊക്കെ ഈ തൈര് നല്ലതാണ്. അതുപോലെ കാപ്പിപ്പൊടിയും ഇപ്പം 3 കൂടി ചേർന്നുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് മുഖത്ത് നമ്മളിത് ഫേസ് പാക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഇത് കിട്ടും. അതുപോലെ ചുണ്ടിന് നല്ല ചുണ്ടിലുള്ള ഈ കറുപ്പെല്ലാം മാറി ചുണ്ട് നല്ല ഇത് വരുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. പഞ്ചസാര കൂട്ടുമ്പോൾ അതിനകത്ത് ആ സ്ക്രബിങ് ശരിക്കും വരും. അപ്പോൾ ഈ പിമ്പിൾസും ഇതൊക്കെ ശരിക്കും പോകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്തില്ല ചുമ്മാ തൂത്തുകൊണ്ട് കാര്യമില്ല. നന്നായിട്ട് സ്ക്രബ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഗുണം നമുക്ക് സ്കിന്നിലുള്ള ആ ഡ്രൈ ആയിട്ടിരിക്കുന്ന ടാനൊക്കെ ഇളകി പോയിട്ട് നന്നായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകാനൊന്നും പറ്റാത്തവർ വീട്ടിൽ നമുക്ക് തൈര് എന്നൊന്നും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സാധനമാണല്ലോ തൈര്. പിന്നെ പഞ്ചസാര നമ്മൾ ചായക്ക് ഉണ്ടാക്കും, കാപ്പിപ്പൊടിയാണെങ്കിൽ നമ്മൾ കാപ്പി കുടിക്കാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. നമുക്ക് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന സാധനങ്ങൾ. വേറെ പുറത്ത് ഒരിടത്ത് ഒരു സാധനം പോലും മേടിക്കാൻ നമ്മുടെ പൈസ നഷ്ടമോ അങ്ങനെയൊന്നും വരുന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. അതിപ്പോൾ ആർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. കുട്ടികൾക്കും ട്രൈ ചെയ്യാം, വലിയ ആൾക്കാർക്കും ട്രൈ ചെയ്യാം, ആർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഞങ്ങളിവിടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഞാനുപയോഗിക്കും, പിള്ളേർ ഉപയോഗിക്കും. പൈസ ചിലവ് വരുന്നില്ലല്ലോ. വീട്ടിൽ കിട്ടുന്ന സാധനം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്ന് നന്നായി മൃദുവാക്കി എടുക്കുന്നതിനും മുഖത്തെ പാടുകളും കുരുക്കളും എല്ലാം മാറ്റിയെടുക്കുന്നതിനും ഒക്കെ നന്നായിട്ട് ഉപകരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഉറപ്പിച്ച് പിടിക്കുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നല്ല ഇത് കിട്ടും. ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ അതനുസരിച്ച് മുഖത്തിന് എവിടെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ നല്ല രക്തയോട്ടം ഉണ്ടാകും. അങ്ങനെ രക്തയോട്ടം ഉണ്ടാകുമ്പോൾ ഈ ബ്ലഡ് ഓടാതെ കിടക്കുന്നതും ബ്ലഡ് കൂടുമ്പോഴും ഒരു പ്രത്യേക അതിൽ സ്കിൻ ചേഞ്ചസ് വരുന്ന കണ്ടിട്ടില്ലേ, അതുപോലെയാണ് ഇത്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മുഖത്ത് മാത്രമല്ല യൂസ് ചെയ്യേണ്ടത്, നമ്മൾ ചെവിയിൽ യൂസ് ചെയ്യണം, അതുപോലെ കഴുത്തിൽ യൂസ് ചെയ്യണം. പിന്നെ ഞാൻ ചുണ്ട് നല്ല ഇതാക്കി എടുക്കണം എന്ന് പറഞ്ഞൂലേ, ഈ ചുണ്ടിൻ്റെ മുകളിൽ എവിടെയുള്ള കറുപ്പ്, സൈഡിലുള്ള കറുപ്പ് ഇതൊക്കെ മാറുന്നതിന് ഏറ്റവും നല്ല സാധനമാണ് ഈ 3. ചുണ്ടൊക്കെ നല്ല കറുപ്പൊക്കെ മാറി ഈ കറുത്ത തൊലി ഇതെല്ലാം മാറി നല്ല ഇതായിട്ട് വരും.
അതുപോലെ നമ്മൾ ചെവിയിൽ യൂസ് ചെയ്യുക, ചെവിയിലും കഴുത്തിലും ഒക്കെ യൂസ് ചെയ്യുക എന്ന് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെയിൽ നേരിട്ട് ഏൽക്കുന്നതാണ്, സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്ന സ്ഥലമാണ്. നാട്ടിൽ നമ്മൾ ഡ്രസ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്ര നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ല വെയിലിൻ്റെ. പക്ഷേ ഇവിടെയൊക്കെ നേരിട്ട് വെയിലടിക്കുന്നത് കൊണ്ട് നന്നായിട്ട് ചെയ്യുക കേട്ടോ, മസാജ് ചെയ്ത് കളയണം. അപ്പം നല്ല ഇത് കിട്ടും. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളൊരു 15 മിനിറ്റ് ഇത് മുഖത്തിങ്ങനെ പിടിപ്പിച്ച് വയ്ക്കണം. 15 മിനിറ്റിന് ശേഷം ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഇതിൻ്റെ ഫലം അപ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഓക്കെ, ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ വീണ്ടും എത്തി. ഇത് കണ്ടാ, നിങ്ങൾ ആ തൈരിട്ട് ഒക്കെ ഇട്ട് നല്ല സോഫ്റ്റ് ചെയ്ത് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അറിയാം മുഖത്തിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. കണ്ടാ, ഇത് നമ്മൾ ആഴ്ചയിൽ ഇപ്പം തന്നെ ചെറിയ ചെറിയ ഇതൊക്കെ ഇതേ ഉണ്ടായിരുന്നു, ചെറിയ ഇതൊക്കെ പോയിട്ടുണ്ട്. ഇനി കുറച്ച് വലുതൊക്കെ ആയിരുന്നത് മാത്രമേ നീങ്ങുള്ളൂ. അപ്പോൾ ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് 1 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ടുള്ള മുഖം മതി. കണ്ടാ, മുഖത്ത് നല്ല ഗ്ലേസിങ്ങും ഒക്കെ കിട്ടുന്നതിനും നല്ല ചൂടുകാലമല്ലേ, അപ്പം നല്ല തണുപ്പും ഇതൊക്കെ കിട്ടി നല്ലൊരു ഉന്മേഷവും എനർജിയും ഒക്കെ കിട്ടുന്നതിന് നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.